താരങ്ങളെ അണിനിരത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആ താരങ്ങളെ ഓർത്തുള്ള അഭിമാനത്തിലാണ്. ജഗദീഷിനെ പത്തനാപുരത്ത് രംഗത്തിറക്കിയെങ്കിലും രണ്ടാമതൊരു സ്റ്റാർ ഇല്ലല്ലോ എന്ന സങ്കടത്തിലായിരുന്നു VM സുധീരൻ. സിദ്ദിഖിന് വേണ്ടി വാദിച്ചു നോക്കിയെങ്കിലും ഉമ്മൻചാണ്ടി സമ്മതിച്ചില്ല. എന്നാൽ സുധീരൻ സാറ് സങ്കടപ്പെടേണ്ട, ഞാനുണ്ടല്ലോ എന്ന നിലപാടുമായി കുണ്ടറയിൽ ഒരു നടൻ സ്ഥാനാർത്ഥി അതാ വരുന്നു. സാക്ഷാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഞാൻ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ മാത്രമല്ല, 20 മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നടനായിരുന്ന ഒന്ന് കാണാതിരിക്കായിരുന്നു. ടൈഗർ എന്ന് പറയുന്ന സിനിമയിൽ മുഖ്യമന്ത്രിയുടെ റോളിൽ സുരേഷ് ഗോപിയുമായി അഭിനയിച്ചു. അതിലെ ഡയലോഗുകൾ എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ അറിയാതെ ഞാൻ അതിൽ പറയുന്ന ഡയലോഗുകൾ ജനങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയുന്നു. അവർക്ക് ആ ഡയലോഗുകൾ കാണാപ്പാടമാണ്. വലിയ നടന്മാരെന്തെങ്കിലും കാണിച്ചതുപോലെയൊക്കെ കാണിച്ച സിനിമാ നടനാണെന്നാണ് വിചാരം. ഞാൻ ടൈഗറിൽ ആരംഭിച്ച് ബൽറാം വേഴ്സസ് താരാദാസ് മമ്മൂട്ടിയോടൊപ്പം, സ്മാർട്ട് സിറ്റി സുരേഷ് ഗോപിയോടൊപ്പം, കാഞ്ചീപുരത്തെ കല്യാണം സുരേഷ് ഗോപിയോടൊപ്പം, അതുപോലെ കന്യാകുമാരി എക്സ്പ്രസ് സുരേഷ് ഗോപിയോടൊപ്പം, അതുപോലെ കൗതുകം, ബെസ്റ്റ് ഫ്രണ്ട് തുടങ്ങി ഉപ്പുകണ്ടം പ്രദേശ് അടക്കം 20 മലയാള സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാൻ നടക്കുന്ന സമയത്തെ വല്ല പൂച്ചയ്ക്കും പുല്ല് പറിച്ചു കൊടുക്കണോ? നിങ്ങൾക്കറിയാം, അതും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ നടൻ, ഇവനാണ് നടൻ. ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും തീരെ താല്പര്യമില്ലാതിരുന്നിട്ടും സുധീരന്റെ നിർബന്ധം കൊണ്ടാണ് ഈ നടനെ അഭിനയിക്കാൻ വിട്ടിരിക്കുന്നത്. നടനാണെങ്കിൽ തകർത്തഭിനയിക്കുകയുമാണ്. ഞാൻ എന്നു തന്നെയാണ്, ആകെ മൊത്തം ഞാൻ തന്നെ. രാജ്മോഹൻ ഉണ്ണിത്താൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്റെ പേര് പറയുമ്പോൾ അവിടുന്ന് കിട്ടുന്ന പ്രതികരണത്തിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഹൃദയത്തിൽ ഞാൻ അറിയാതെ തന്നെ എനിക്കൊരു സ്ഥാനമുണ്ട്. നാടോ, നമ്മുടെ അടുത്ത പടേ സൂപ്പർമാൻ 5ാം പാർട്ടാ. ഏതെങ്കിലും മലയുടെ മുകളിൽ താഴോട്ട് ചാടി പറക്കാൻ പഠിച്ചോ? മാത്രമല്ല, ചാനൽ ചർച്ചകളിലൂടെ നിങ്ങൾക്കറിയാം, ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക്, UDFന്, നമ്മുടെ ഗവൺമെന്റിന്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, മന്ത്രിമാർക്ക് സുശക്തമായ ഒരു പ്രതിരോധ നിര കെട്ടിപ്പടുക്കുന്ന ആളാണ്. എന്നാലും അഹങ്കാരത്തിനൊരു കുറവില്ല. ഇനിയെങ്കിലും വിവരമുള്ളവർ പറയുന്നത് കേൾക്കണാക്കണാണ്ടേ. എന്റെ ഗവൺമെന്റിനെ, എന്റെ മുഖ്യമന്ത്രിയെ, എന്റെ മന്ത്രിമാരെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യാക്രമണം നടത്തി ഞാൻ അവരെ ചാനൽ ചർച്ചകൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ നടൻ, ഇവനാണ് നടൻ. നടനാണെങ്കിലോ പാർട്ടിയെ സ്നേഹിച്ചു കൊല്ലുകയുമാണ്. ഞാൻ അത്ര കണ്ട് ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ അത്ര കണ്ട് ഈ മുന്നണിയെ സ്നേഹിക്കുന്ന ആളാണ്. ഞാൻ അത്ര കണ്ട് ഈ ഗവൺമെന്റിനെ സ്നേഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് കോൺഗ്രസിനും UDFനും ഗവൺമെന്റിനും സുശക്തമായ ഒരു പ്രതിരോധ നിര കെട്ടിപ്പടുക്കുന്ന ഒരു കാവൽ ഭടനാണ് ഞാൻ. പാണ്ടിലോറി പാഞ്ഞുരുമ്പോ ചില മാക്കറുകൾ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കും. ഇതായിരിക്കും. 2, നമ്മളെ ആക്രമിക്കാൻ വരുന്നവരെ പ്രത്യാക്രമണം നടത്തി കീഴ്പ്പെടുത്തുന്നതും ഞാനാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ നടൻ, ഇവനാണ് നടൻ. ഉണ്ണിത്താൻ പറഞ്ഞത് വെറുതെ ആക്കണ്ട. പണ്ടൊരിക്കൽ തലശ്ശേരിയിൽ പോയി കോടിയേരിയെ വിറപ്പിച്ചു വിട്ട പാർട്ടിയാണ്. അതുകൊണ്ട് മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബിയുടെ നാട്ടിൽ ഒന്നും എളുപ്പമല്ല. സഖാക്കളൊന്ന് സൂക്ഷിച്ചിരുന്നാൽ അവർക്ക് കൊള്ളാം. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.